രാത്രി 9 മണിയായപ്പോൾ ഒരു കോള് വന്നു. തൊട്ടിപ്പുറത്ത് നമ്മുടെ ബ്ലോക്കിൽ നമ്മുടെ സ്വന്തം കൂട്ടുകാരി ചാരുവിൻ്റെ ആയിരുന്നത്. വീട്ടിലേക്ക് വേഗം വാ, ഡിന്നർ കഴിക്കേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി 10ാം നില ഒറ്റ ചാട്ടം കൊടുത്ത് നേരെ അവളുടെ വീട്ടിലെത്തി. ചെന്നപ്പോൾ അതാണ് നമ്മുടെ സ്ഥിരം ഗാങ് മൊത്തം ഉണ്ട്. എന്താ സംഭവം എന്നല്ലേ, നമ്മുടെ ചാരുവും ഹരിയേട്ടനുമേ കോട്ടയത്തുനിന്ന് മൈലുകൾ താണ്ടി കപ്പയും ചേമ്പും കാന്താരിയായിട്ട് എത്തി. അങ്ങനെ സജു കാന്താരി ചമ്മന്തി കണ്ടപ്പോൾ അച്ചമ്മേനെ അമ്മായിമാരെയൊക്കെ ഓർത്ത് നൊസ്റ്റാൾജിക് ഫീലിങ്ങിലേക്ക് പോയി. ഈ കപ്പയും ഈ എരിവുള്ള കാന്താരി ചമ്മന്തിയും പിന്നെ ഇതാ നമ്മുടെ കട്ടൻ കാപ്പി ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെയുണ്ട് ചമ്മന്തി? അടിപൊളിയാ, നല്ല ടേസ്റ്റാ. അതെന്താടി ഉപ്പിലിട്ട് ലോലിക്ക ടേസ്റ്റാ. എരിവുള്ള കാന്താരി ചമ്മന്തിയും ചൂട് കട്ടൻ കാപ്പിയും കുടിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. പക്ഷെ ശരിക്കും കണ്ണ് നിറഞ്ഞത് എപ്പോഴാണെന്നറിയോ? അത്രേ യാത്ര ചെയ്തു വന്ന് അത്രേ ക്ഷീണിതരായിട്ടും ചാരും ഹരിയേട്ടനും അതൊന്നും കാണിക്കാതെ ഈ കപ്പയെല്ലാം പുഴുങ്ങി വെച്ച് കാന്താരി ചമ്മന്തി എല്ലാം ഉണ്ടാക്കി വെച്ച് ഈ രാത്രി ഞങ്ങളെല്ലാവരും വിളിച്ചു വരുത്തി ഞങ്ങൾക്കതെല്ലാം സ്നേഹത്തോടെ വിളമ്പി തന്നപ്പോഴും ഇത്ര ജോലിത്തിരക്ക് ഉണ്ടായിട്ടും ഒരു കപ്പ പുഴുങ്ങിയതിൻ്റെയും കാന്താരി ചമ്മന്തിയുടെയും കാര്യമല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാതെ കുറച്ച് നേരമെങ്കിലും എല്ലാവരും കൂടെ വന്ന് കഴിച്ചും വർത്താനം പറഞ്ഞ് ചിരിച്ചും കളിച്ചും പോയില്ലേ. ആ സ്നേഹത്തിൻ്റെ മുന്നിലാണ് ശരിക്കും കണ്ണു നിറഞ്ഞത്.